റൈസ് പായസം, അരി കൊണ്ടൊരു പായസം. അടിപൊളി ടേസ്റ്റാണ്, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. അതിനായി ഞാനൊരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് കുക്കറിലിട്ടാണ് ഞാൻ അരി വേവിപ്പിച്ചത്. കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം വേവിപ്പിക്കാം. അരി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് അതിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ടും ഒന്നിച്ചാണ് ഇട്ടത്. ഇനി കുറച്ച് തേങ്ങാപ്പൊടി കൂടി ഇട്ടെടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങാപ്പൊടിയാണ്. അതും കൂടി ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ കൊത്തില്ല, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇനി ശർക്കര പാനി ഉണ്ടാക്കണം. അതിന് 2 കപ്പ് ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിക്കണം. ശർക്കര പൊടിയാണ്, അതൊന്ന് അരിഞ്ഞ് വരണം. ഇപ്പോൾ ശർക്കരയ്ക്ക് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിപ്പിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിൽ കുറച്ച് മധുരം കുറവുണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് പായസം, അരി കൊണ്ടുണ്ടാക്കിയ പായസം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര കൂടുതലോ കുറവോ എടുക്കാം. എനിക്കിപ്പോൾ ഇതിനകത്തുണ്ടായത് കറക്റ്റായ മധുരം തന്നെയായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഇത് അഡീഷണലായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റിയത് എന്നാണെന്ന് അറിയില്ല. അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും ചെയ്യണം. ലാസ്റ്റ് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് മുന്തിരിയും ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.